പരിശുദ്ധമായ ദുൽഹിജ്ജ മാസം അതിൻ്റെ വളരെ പ്രാധാന്യമുള്ള ദിവസങ്ങളിലൂടെയാണ് നമ്മളെല്ലാവരും കടന്നു പോകുന്നത്. ഇന്ന് 3-ാം പെരുന്നാളാണ്. ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 4-ാം പെരുന്നാൾ. അവർ ഇന്നത്തെ ദിവസമൊക്കെ ചെയ്യുന്നത് ജംറകളിൽ കല്ലെറിയലാണ്. എന്താണ് ഈ ജംറ? എന്തിനാണ് ഇങ്ങനെ കല്ലെറിയുന്നത്? അതിൻ്റെ പിന്നിലെ രഹസ്യം എന്താണ്? നമുക്കൊന്ന് കേട്ടാലോ? അതോടൊപ്പം തന്നെ ലോകമെമ്പാടും ഈ ഒരു ദിവസങ്ങളിൽ ഉദ്ഹിയ്യത്ത് അറുക്കുകയാണ്. ആടിനെയും മാടിനെയും ഒട്ടകത്തെയും ഇങ്ങനെ അറുത്തുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് ഈ ഉദ്ഹിയ്യത്ത് അറുക്കുന്നത്? എന്ത് കാരണത്തിനാണ് ഉദ്ഹിയ്യത്ത് അറുക്കുന്നത്? ഉദ്ഹിയ്യത്ത് അറുത്താൽ എന്ത് നേട്ടമാണ്? ഇതൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. എന്നാലും കേൾക്കാത്ത ഒരു കാര്യം കൂടി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നുണ്ട്. ഒന്ന് കേട്ടു നോക്കണേ. അതോടൊപ്പം തന്നെ ഒരു ദുആ നമുക്ക് പഠിക്കാം. മഹാനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചെയ്ത ദുആ എന്താണ്? ആ ദുആ ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ സകല പ്രയാസങ്ങളും മാറും ഇൻഷാ അല്ലാഹ്. ഇസ്മായിൽ നബി അലൈഹിസ്സലാം ചെയ്ത ദുആ ഏതാണെന്നും അതുപോലെ ഇബ്രാഹിം നബി പറഞ്ഞ ഒരു തവക്കുലിന്റെ വാക്ക് ഏതാണെന്നും ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. കൂടാതെ ആരാണ് സാറാ ബീവി, ആരാണ് ഹാജറ ബീവി, ആരാണ് ഇബ്രാഹിം നബി, ആരാണ് ഇസ്മായിൽ നബി, ആരാണ് ഇസ്ഹാഖ് നബി, ആരാണ് യഅ്കൂബ് നബി, ഇതെല്ലാം നമുക്ക് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നതോടൊപ്പം തന്നെ നമ്മളെല്ലാവരും ഇപ്പൊ പറയുന്നൊരു വാക്കാണ് തക്ബീർ, അല്ലെ? തക്ബീർ പറയാറുണ്ട്. ഈ തക്ബീർ ആരാണ് പറഞ്ഞത്? ഈ തക്ബീറിന്റെ പിന്നിലുള്ള രഹസ്യം എന്താണ്? എല്ലാം ഇന്നത്തെ ക്ലാസ്സിലുണ്ട്. കേൾക്കാൻ മറക്കരുതേ. അവസാനം വരെ കേൾക്കണം, മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണം. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വ മൗലാനാ മുഹമ്മദ്. ശബ്ദം കേൾക്കുന്ന പ്രിയം നിറഞ്ഞ സഹോദരിമാരെ, സഹോദരങ്ങളെ, ഉമ്മമാരെ, ഉപ്പമാരെ, കരുണാവാരിധിയായ അല്ലാഹു തആല നമുക്കെല്ലാവർക്കും പരിശുദ്ധമായ ഈ ബലിപെരുന്നാളിൻ്റെയും ഈ ദുൽഹിജ്ജ മാസത്തിൻ്റെയും എല്ലാവിധത്തിലുള്ള പോരിശകളും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളുള്ളവരാണ് നമ്മളിൽ പല ആളുകളും. എന്തെല്ലാം പ്രശ്നങ്ങളാണോ, പ്രയാസങ്ങളാണോ, സങ്കടങ്ങളാണോ, മാനസികമായ, ശാരീരികമായ, രഹസ്യമായ, പരസ്യമായ മുഴുവൻ പ്രതിസന്ധികളും അല്ലാഹു മാറ്റി എല്ലാവിധ സന്തോഷവും നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പരിശുദ്ധമായ ബലിപെരുന്നാൾ ഇന്ന് 3-ാമത്തെ പെരുന്നാൾ ദിനമാണ്. ഇന്ന് 3-ാമത്തെ പെരുന്നാളാണ്. ഹാജിമാരെ സംബന്ധിച്ച് അവർക്ക് 4-ാം പെരുന്നാളാണ്. അവരുടെ പ്രധാനപ്പെട്ട അമലെന്ന് പറഞ്ഞാൽ ജംറകളിൽ കല്ലെറിയുന്ന ആ ഒരു അമലാണ് ഇപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ അൽഹംദുലില്ലാ 1-ാം പെരുന്നാൾ കഴിഞ്ഞു, 2-ാം പെരുന്നാൾ കഴിഞ്ഞു. 1-നും 2-നൊക്കെ ഒരുപാട് ഉദ്ഹിയ്യത്ത് അറുത്തു. നമ്മുടെ വീട്ടിലൊക്കെ ഒരുപാട് ഉദ്ഹിയ്യത്തിൻ്റെ ഇറച്ചിയൊക്കെ വന്നിട്ടുണ്ട്. ഫ്രിഡ്ജൊക്കെ നിറഞ്ഞ് നിൽക്കുകയാണ്. ഇനിയൊക്കെ വരാനുണ്ട്. എന്തുമാവട്ടെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നമ്മുടെ സമ്പത്തിലും നമ്മുടെ കുടുംബത്തിലും എല്ലാവിധത്തിലുള്ള ഖൈറും സലാമത്തും റാഹത്തും നൽകട്ടെ. ഉദ്ഹിയ്യത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിരുന്നു. അതായത് ഒരു മനുഷ്യൻ ഉദ്ഹിയ്യത്ത് അറുത്താൽ അവൻ്റെയും അവൻ്റെ കുടുംബത്തിൻ്റെയും എല്ലാ കണ്ണേറ്, സിഹർ, അതുപോലെ കരുനാക്ക്, അസൂയ എല്ലാത്തിനും തൊട്ടുള്ള വലിയ കാവലുണ്ടാകുമെന്നാണ്. അല്ലാഹു തആല ആ ഒരു വലിയ കാവൽ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇന്നലത്തെ ക്ലാസ് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകും. ഇന്നലെ നമ്മൾ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ത്യാഗോജ്ജലമായ ജീവിതം, ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൽ നിന്നും എന്തൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത്? പ്രധാനമായും ഇബ്രാഹിം നബി ജീവിതത്തിൽ പറയാൻ പറഞ്ഞ 2 ദിക്റുകൾ, അതുപോലെ ഒരു ദുആ, അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇന്നലത്തെ വീഡിയോ കേൾക്കാത്തവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ആ വീഡിയോ കൂടി കണ്ടിട്ട് ഈ വീഡിയോ നമ്മൾ കേട്ടാൽ നമുക്ക് ആ തുടർച്ച കിട്ടും ഇൻഷാ അല്ലാഹ്. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ആ കുടുംബത്തിൻ്റെ പശ്ചാത്തലം, അവരുടെ ജീവിതമൊക്കെ നമ്മളൊന്ന് അറിഞ്ഞിരിക്കൽ വളരെയധികം അത്യാവശ്യമാണ്. ഏകദേശം 4500 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ പറയപ്പെടുന്ന ചരിത്രം നടക്കുന്നത്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ജനനം, അവിടുത്തെ ഇബ്രാഹിം നബിയുടെ വാപ്പ, ഉമ്മ, അതുപോലെ അവിടുത്തെ ജീവിതം, അത് കഴിഞ്ഞ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ യാത്രകൾ, അതുപോലെ വിവാഹം, ഇതെല്ലാം നമ്മൾ പറഞ്ഞു. ഇനി അടുത്ത സെക്ഷനിലേക്ക് നമ്മൾ കടക്കുന്നു. ഹസ്രത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ആദ്യത്തെ വിവാഹം മഹദിയായ സാറാ ബീവിയുമായിട്ടായിരുന്നു. അങ്ങനെ സാറാ ബീവിയുമായി അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം ഇറാഖ് എന്ന് പറയുന്ന ഇബ്രാഹിം നബിയുടെ നാട്ടിൽ നിന്നും അവർ എങ്ങോട്ട് പോകുന്നു? ഷാം, സിറിയയിലേക്ക് പോകുന്നു. സിറിയയിൽ ഒരുപാട് കാലം താമസിച്ചു. ശേഷം അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം പോവുകയാണ് ഈജിപ്തിലേക്ക്. ആ ഈജിപ്തിൽ ചെന്നു. അവിടെ വെച്ചാണ് ഹാജറ എന്ന് പറയുന്ന ഒരു അടിമ സ്ത്രീയെ മഹദിയായ സാറാ ബീവിക്ക് ഒരു സമ്മാനമായി കിട്ടുന്നത്. അങ്ങനെ ഹാജറ ബീവിയും സാറാ ബീവിയും
മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും കൂടി നേരെ പോകുന്നത് അന്നത്തെ കനാൻ, ഇന്നത്തെ ഫലസ്തീനിലേക്കാണ്. അവിടം വരെയാണ് നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയത്. അപ്പോൾ സാറാ ബീവിക്ക് വിവാഹം കഴിഞ്ഞു, അവർക്ക് മക്കളില്ല, ആ ഒരു വിഷമം അവർക്കുണ്ട്. അപ്പോൾ അടിമയായി ഇവർക്ക് കിട്ടിയിട്ടുള്ള ഹാജറ ബീവിയെ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആകുന്ന ഭർത്താവിനെ കൊണ്ട് നിക്കാഹ് കഴിപ്പിച്ചാൽ ആ ബന്ധത്തിൽ ഇവർക്ക് ഒരു കുട്ടി ഉണ്ടായാൽ അത് വലിയൊരു സന്തോഷമാകും എന്ന് കരുതി ഹാജറ ബീവി റളിയല്ലാഹു തആല അൻഹയെ ഇബ്രാഹിം നബിക്ക് കല്യാണം കഴിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു, ഹാജറ ബീവി ഗർഭിണിയായി. അങ്ങനെ അവർ പ്രസവിച്ചു. ഒരു ആൺകുട്ടിയാണ് ഉണ്ടായത്. മഹാനായ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജനനം അവിടെ നടക്കുകയാണ്. സാറാ ബീവിക്ക് വലിയ സന്തോഷമായി. അതുപോലെ ഹാജറ ബീവിക്കും ആ നാട്ടുകാർക്കും എല്ലാവർക്കും വലിയ സന്തോഷമായി. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്മായിൽ എന്ന മകൻ ഉണ്ടായ സമയത്ത് അവിടെയുള്ള ആളുകൾക്ക് എന്തു കൊടുത്തു? വലിയ രൂപത്തിൽ സദ്യ ഒരുക്കി എന്നാണ്. അതായത് മൃഗങ്ങളെയൊക്കെ അറുത്തിട്ട് വലിയ രൂപത്തിൽ ഇറച്ചി വിതരണം ചെയ്തു, അത് ഭക്ഷണമായി പാചകം ചെയ്തു കൊടുത്തു. അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അന്ന് മുതലാണ് ഒരു കുട്ടി ജനിച്ചാൽ അതിൻ്റെ സന്തോഷത്തിൽ നമ്മൾ മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുക്കൽ പ്രത്യേകം നല്ലതാണ്. ഒരു കുട്ടി ജനിച്ചു, അതാണാവട്ടെ പെണ്ണാവട്ടെ, അത് ആ കുട്ടിയുടെ പേരിൽ അക്കീക്ക അറുക്കുക, അതുപോലെ തന്നെ കുട്ടിക്ക് വേണ്ടിയുള്ള നമ്മുടെ മുടി കളച്ചിലിൻ്റെ സമയത്ത് ആളുകളെയൊക്കെ വിളിക്കുന്നു, നീ 40ൻ്റെ സമയത്ത് ആളുകൾ വിളിക്കുന്നു. അന്ന് 40 കുളിയോ അങ്ങനെയൊന്നും ഇല്ല. പക്ഷേ ഒരു കുട്ടി ജനിക്കുന്നതുമായി ബന്ധപ്പെട്ട് ആളുകൾക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കുക, അത് പല രൂപത്തിലാവാം. അങ്ങനെയൊക്കെ ഒരു കുട്ടി ജനിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ മൃഗങ്ങളെ അറുത്തു കൊടുക്കുന്നതും ഭക്ഷണം കൊടുക്കുന്നതൊക്കെ അന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തുടങ്ങിയ ശീലമാണ്. ഇബ്രാഹിം നബിക്ക് 96 വയസ്സുള്ളപ്പോഴാണ് ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനിക്കുന്നത്. ജീവിതത്തിൽ ഒരുപാട് പരീക്ഷണങ്ങളേറ്റ പ്രവാചകനാണ്. വീണ്ടും അതാ മറ്റൊരു പരീക്ഷണം അല്ലാഹു തആല പറയുന്നു, ഇബ്രാഹിം നബിയെ താങ്കളും ഭാര്യയാകുന്ന ഹാജറ ബീവിയും കൈക്കുഞ്ഞാകുന്ന ഇസ്മായിൽ നബിയും എങ്ങോട്ട് പോവണം? മക്കയിലേക്ക് പോവണം. അങ്ങനെ അതാ പോവുകയാണ് മക്കയിലേക്ക്. സാറാ ബീബിക്ക് വലിയ സങ്കടമായി. കാരണം ആ കൈക്കുഞ്ഞാകുന്ന ഇസ്മായിൽ നബിയെ ലാളിച്ച് ഓമനിച്ച് കൊതി തീർന്നില്ല. അതിനു മുമ്പേ അവർ അള്ളാഹുവിൻ്റെ വിധി വന്നതുകൊണ്ട് നേരെ മക്കയിലേക്ക് പോവുകയാണ്. അങ്ങനെ കൈക്കുഞ്ഞായ ഇസ്മായിൽ നബിയുമായിട്ട് അവർ അതാ മക്കയിലേക്ക് എത്തുകയാണ്. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന ചരിത്രമാണ്. പക്ഷേ ഈ ഒരു സമയത്ത് ഇത്തരത്തിലുള്ള ഈ ചരിത്രങ്ങൾ നമ്മൾ കേൾക്കുന്നതും നമ്മൾ പറയുന്നതും അത് നമ്മുടെ ജീവിതത്തിൽ വലിയ ഖൈറുണ്ടാകും. നമ്മുടെ പദവികൾ ദറജകൾ ഉയരാനും നമ്മുടെ തെറ്റുകൾ പൊറുക്കപ്പെടാനും ഇത് കാരണമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ചരിത്രം ഇങ്ങനെ പറയുന്നത്. അങ്ങനെ വരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഹാജറ ബീവിയും മഹാനായ ഇസ്മായിൽ നബിയും അതാ മക്കയിലേക്ക് എത്തുകയാണ്. ആരുമില്ലാത്ത സമയം, വെറും കുന്നുകൾ മാത്രമാണുള്ളത്, മരുഭൂമിയാണ്, കള്ളിമുൾ ചെടികൾ മാത്രമാണ്, ഒന്നും ഒരു പക്ഷിയോ ഒരു മൃഗമോ ഒന്നുമില്ലാത്ത നാടാണ്. അള്ളാഹുവെ ചുട്ടുപൊള്ളുന്ന വെയിലാണ്. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പരിശുദ്ധമായ കഅബയുടെ ഏകദേശം അടുത്തന്ന് കഅബയൊന്നുമില്ല, ഏകദേശം ആ ഭാഗത്ത് ഒരു മരത്തിൻ്റെ തണലിൽ, ഒരു ഈത്തപ്പന മരത്തിൻ്റെ തണലിൽ ഈ മഹദിയായ ഹാജറ ബീവിയെയും കൈക്കുഞ്ഞിനെയും അവിടെ ഇരുത്തിയിട്ടതാ തിരിച്ചു നടക്കുകയാ. ഭർത്താവാകുന്ന ഇബ്രാഹിം നബി ഇങ്ങനെ തിരിച്ചു നടക്കുകയാ. ഹാജറ ബീവി ചോദിച്ചു, എന്തേ ഞങ്ങൾ ഇട്ടിട്ട് പോവാണോ? എങ്ങോട്ട് പോവാ? ഇബ്രാഹിം നബി ഒന്നും മിണ്ടിയില്ല. ഹാജറ ബീബി തൻ്റെ കുഞ്ഞിനവിടെ വെച്ചു. എന്നിട്ട് ഓടി, ഭർത്താവിൻ്റെ പുറകെ ഓടി. എങ്ങോട്ടാ പോകുന്നത്? ഞങ്ങളെ ഈ മക്കയിൽ ഒറ്റക്കാക്കിയിട്ട് എങ്ങോട്ടാ പോകുന്നത്? ഇബ്രാഹിം നബി ഒന്നും മിണ്ടിയില്ല. വീണ്ടും ഇബ്രാഹിം നബിയുടെ മുന്നിൽ കയറി നിന്നിട്ട് തളന്നിട്ട് ചോദിച്ചു, ഞങ്ങൾ ഇട്ടിട്ട് എങ്ങോട്ടാ പോകുന്നത്? ഇത് അള്ളാഹുവിൻ്റെ വലിയ കൽപ്പനയെങ്ങാനമാണോ? ആ സമയത്ത് ഇബ്രാഹിം നബി പറഞ്ഞു, ഇത് അള്ളാഹുവിൻ്റെ അമ്രാണ്, അള്ളാഹുവിൻ്റെ കൽപ്പനയാ. ആ സമയത്ത് ഇബ്രാഹിം നബിയെ തടയാൻ പിന്നെ ഹാജറ ബീബി നിന്നില്ല, മാറിക്കൊടുത്തു എന്നാണ്. ഇത് ഒരു പെണ്ണ് പഠിക്കേണ്ട പാഠമാണ്. അതായത് ഭർത്താവ് ഒരു പക്ഷേ നമുക്ക് വേണ്ടി ചെയ്യുന്ന പല കാര്യങ്ങളും അത് നമുക്ക് ഖൈറായിരിക്കാം. എന്ന് വെച്ച് കള്ളുകുടിയനായ ഭർത്താവ് അയാൾ കള്ളു കുടിക്കുമ്പോൾ അയാൾ തടയണ്ട എന്നൊന്നുമല്ല പറഞ്ഞത്. ചിലപ്പോൾ ചില ഭർത്താക്കന്മാരുണ്ട് വളരെ സൂക്ഷിച്ചായിരിക്കും പൈസ ചിലവാക്കുക, അനാവശ്യമായിട്ട് സാധനങ്ങളൊന്നും വാങ്ങൂല. പല സ്ത്രീകളും പരാതി പറയും, എൻ്റെ ഭർത്താവ് ഭയങ്കര പിശുക്കനാണ്, ഒന്നും ചിലവാക്കൂല. പക്ഷെ അത് അവർ പിടിച്ചു വെക്കുന്നതല്ല, മറിച്ച് ആവശ്യത്തിന് മാത്രം. കാരണം പൈസ എങ്ങനെയാണ് സമ്പാദിക്കുന്നത്, എത്ര ബുദ്ധിമുട്ടാണെന്ന് അവർക്കറിയാം. അപ്പം അതുകൊണ്ട് പിടിച്ചായിരിക്കും പൈസ ചിലവാക്കുക. അതിൽ പരാതി പറയാൻ ഒരു ഭാര്യമാരെ നിൽക്കണ്ട. അത് നമ്മുടെ കുടുംബത്തിന് ഖൈറാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങനെ പോകുമ്പോൾ ഹാജറ ബീവിക്ക് മനസ്സിലായി ഇത് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്, മാറിക്കൊടുത്തു. അങ്ങനെ ഒരു തോൽപാത്രത്തിൽ അല്പം വെള്ളവും കുറച്ച് ഉണക്ക കാരക്കയും മാത്രമാണ് കഴിക്കാനുള്ളത്. അത് കഴിച്ചു. അത് കഴിച്ചിട്ട് വീണ്ടും അതാ അവർക്കൊന്നും കഴിക്കാനില്ല. കുട്ടി കരയാൻ തുടങ്ങി. അമ്മിഞ്ഞപ്പാല് കൊടുത്തു. ആ പാല് കൊടുത്തിട്ട് പാല് വരുന്നില്ല. കാരണം എന്താണ്? കുടിക്കാൻ വെള്ളമില്ലാത്തത് കൊണ്ട്. ഹാജറ ബീവി എന്തെങ്കിലും കഴിച്ചാലല്ലേ കുട്ടിക്ക് പാൽ കൊടുക്കാൻ പറ്റൂ. അങ്ങനെ അവർക്ക് ഭയങ്കര വിഷമമായി.
കുട്ടി അങ്ങനെ ഉറക്കെ കരയാൻ തുടങ്ങി. ആ കുട്ടി അവിടെ വെച്ചിട്ട്, ഈ ചരിത്രം നമുക്കറിയാം, കുട്ടി അവിടെ വെച്ചിട്ട് അതാ ഹാജറ ബീവി ഓടുകയാണ്. ഹാജറ ബീവി ഓടി നേരെ പോകുന്നത് എങ്ങോട്ടാ? സഫാ മലയുടെ മുകളിലേക്ക്. സഫാ മലയുടെ മുകളിൽ കയറി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി, ഒന്നും കാണുന്നില്ല. വീണ്ടും അതാ ഇറങ്ങി മറുവാ മലയിലേക്ക് ഓടുകയാ. അവിടെയും ചെന്നു, മലയുടെ മുകളിൽ കയറി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി, ഒന്നും കാണുന്നില്ല. വീണ്ടും സഫാ മലയിലേക്ക് പോവുകയാ. അങ്ങനെ സഫാ മലയുടെ മറുവാ മലയുടെ അങ്ങോട്ടും ഇങ്ങോട്ടും 7 പ്രാവശ്യം ഓടി. അങ്ങനെ സഫാ മലയിൽ കയറിയിട്ട് മറുവാ മലയിലേക്ക് പോകുമ്പോൾ കുട്ടി ഇങ്ങനെ കരയും. വെള്ളം കിട്ടാതെ ഇങ്ങനെ ദാഹിച്ച് കരയുമ്പോൾ ഹാജറ ബീബി വേഗം ഓടുകയും അതോടൊപ്പം തന്നെ നടക്കുകയും ചെയ്യുന്ന രൂപത്തിലാണ് പോകുന്നത്. അതാണ് ഇന്നും നമ്മൾ സഫയുടെയും മറുവയുടെയും ഇടയിൽ ഒരു പച്ച ലൈറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, ഒരു പച്ച ലൈറ്റ്. ആ സമയത്ത് അവിടെ ചെല്ലുമ്പോൾ പുരുഷന്മാര് അവരൊന്ന് റംല് നടക്കാൻ, അതായത് ഓടുകയല്ല നടക്കുകയില്ല, അങ്ങനത്തെ ഒരു അല്പം സ്പീഡ് കൂട്ടി നടക്കണം. സ്ത്രീകൾക്കത് സുന്നത്തില്ല, പുരുഷന്മാർക്കത് സുന്നത്താണ്. അങ്ങനെ അവരവിടെ നടക്കണം. കാരണം എന്താ? ഹാജറ ഉമ്മ അവരങ്ങനെ ചെയ്തിരുന്നു. അവസാനം അങ്ങനെ കുട്ടി ഇങ്ങനെ കരയുകയാണ്. കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ കുട്ടിയുടെ കരച്ചിലില്ല. എന്താ സംഭവം? കുട്ടി ഇങ്ങനെ കാല് അടിക്കുന്ന സ്ഥലത്ത് നിന്നും വെള്ളം ഇങ്ങനെ പുറത്തേക്ക് വരികയാ. ഹാജറ ബീവിക്ക് അത്ഭുതമായി. അവിടെ പറയപ്പെടുന്നത് ഒരു മലക്ക് വന്ന് ആ ഇസ്മായിൽ നബി അലൈഹിസ്സലാം കാലിട്ടടിച്ച സ്ഥലത്ത് ചിറക് കൊണ്ടടിച്ചു. അപ്പോഴാണ് സംസം വെള്ളം ഉണ്ടായതെന്നാണ്. എന്തുമാവട്ടെ, അങ്ങനെ അതാ വെള്ളം പുറത്തേക്ക് വരാൻ തുടങ്ങി, ശക്തിയായി വരാൻ തുടങ്ങി. നോക്കുമ്പോൾ നല്ല ശുദ്ധമായ വെള്ളം. ഹാജറ ബീവിക്ക് വലിയ സന്തോഷമായി. തൻ്റെ തോൽപാത്രത്തിൽ വെള്ളമെടുത്ത് അവർ കുടിച്ചു. അതുപോലെ ഇസ്മായിൽ നബിക്കും കൊടുത്തു. ഈ സമയത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അറിയാം, എന്ത്? അള്ളാഹുവേ, ഒരല്പം തോൽപാത്രത്തിലാണ് എൻ്റെ ഭാര്യയ്ക്ക് വെള്ളം കുടിക്കാനുള്ളത്. വളരെ ഒരാൾ താമസമില്ലാത്ത സ്ഥലമാണ്. ഈ സമയത്ത് അള്ളാഹുവേ, നിന്റെ ഇടപെടൽ കൊണ്ട് മാത്രമാണ് എൻ്റെ ഭാര്യയെയും എൻ്റെ മകനെയും എനിക്ക് തിരിച്ചു കിട്ടുകയുള്ളൂ. ആ സമയത്ത് ഇബ്രാഹിം നബി പോകുന്ന സമയത്ത് ഒരു വാക്ക് പറഞ്ഞു, എന്ത്? ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അവരിങ്ങനെ മനസ്സിൽ പറയുന്നു, പടച്ചോനെ, എൻ്റെ ഭാര്യയെയും എൻ്റെ മകനെയും ഞാൻ നിന്നിലേക്ക് ഏൽപ്പിച്ചിരിക്കുകയാ. ഇത് നമുക്കൊരു പാഠമാണ്. എന്ത് പ്രതിസന്ധി വന്നാലും പ്രയാസം വന്നാലും തവക്കുലാക്കണം അള്ളാഹുവിലേക്ക്. അതിൻ്റെ വാക്കാണ് ആ ഒരു ദുആ, ആ ഒരു ദിക്ർ, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അത് നമ്മൾ മറന്നു പോകരുത്. അങ്ങനെ മഹദിയായ ഹാജറ ബീബി വെള്ളം കുടിക്കുന്നു, ഇസ്മായിൽ നബിക്ക് കൊടുക്കുന്നു. അങ്ങനെ വെള്ളം ഇങ്ങനെ ആ ഉറവ ഇങ്ങനെ പൊട്ടി വീണ്ടും വരികയാ. അവരിങ്ങനെ മണ്ണുകൾ കൂട്ടി ഇങ്ങനെ തടയാക്കി വെച്ചു. എന്നിട്ടും അത് കവിഞ്ഞും ഇങ്ങനെ വരികയാ. ആ സമയത്ത് അവർ പറഞ്ഞു, സംസം, മതി, നിൽക്ക് എന്ന് അർത്ഥം വരുന്ന ആ വാക്ക് പറഞ്ഞപ്പോൾ ആ വെള്ളം അവിടെ ഒരു ചെറിയൊരു തടാകം പോലെ നിന്നു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഹാജറ ഉമ്മ അന്ന് സംസം എന്ന് പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ അത് മക്കയിലൂടെ ഒരു വലിയ പുഴയായി ഒഴുകുമായിരുന്നു. സംസം വെള്ളത്തിന്റെ പുഴയായി അത് ഒഴുകുമായിരുന്നു എന്ന് നമുക്ക് കിതാബുകളിൽ കാണാം. അങ്ങനെ അവർ ആവോളം വെള്ളം കുടിച്ചു. അങ്ങനെ വെള്ളം ഉള്ള സ്ഥലമായതുകൊണ്ട് മൃഗങ്ങൾ എവിടെന്നോ വന്നു. മൃഗങ്ങൾ വന്ന് വെള്ളം കുടിക്കാൻ തുടങ്ങി. നോക്കുമ്പോൾ പക്ഷികൾ വന്ന് വെള്ളം കുടിക്കാൻ തുടങ്ങി. പക്ഷികൾ ഇങ്ങനെ കളകളാരവം മുഴക്കാൻ തുടങ്ങി. പക്ഷികൾ ഇങ്ങനെ വട്ടമിട്ട് പറക്കുകയാണ്. ആ സമയത്താണ് അവിടെ ഷാമിലേക്ക്, ഇന്നത്തെ സിറിയ അന്നത്തെ ഷാമിലേക്ക് കുറച്ച് കച്ചവടക്കാർ പോകുന്നുണ്ടായിരുന്നു. കച്ചവടക്കാർ നോക്കുമ്പോൾ ദൂരെ ഒരുപാട് പക്ഷികൾ ഇങ്ങനെ വട്ടമിട്ട് പറക്കുന്നു. ഏതോ ഒരു ജീവി ചത്ത് കിടക്കുന്നുണ്ടാകും. അതിൻ്റെ കുറച്ച് ഭാഗം ഇറച്ചി നമുക്ക് എടുത്ത് കഴിക്കാം, നമുക്ക് വേവിച്ച് കഴിക്കാം എന്ന് വിചാരിച്ച് കുറച്ച് ആളുകൾ അങ്ങോട്ട് ചെന്ന് നോക്കുമ്പോൾ അവിടെ ഒരു ശവവും കിടപ്പില്ല. നോക്കുമ്പോൾ ഒരു സ്ത്രീയുണ്ട്, ഒരു കുട്ടിയുണ്ട്, കുറച്ച് മൃഗങ്ങളും പക്ഷികളൊക്കെ ഉണ്ട്. അതാ നോക്കുമ്പോൾ ഒരു ചെറിയ തടാകം പോലെ ശുദ്ധമായ വെള്ളം. അവർക്ക് സന്തോഷമായി. അവർ വന്ന് ആവോളം വെള്ളം കുടിച്ചു. അവര് ഹാജറ ബീവിക്കും അതുപോലെ ഇസ്മായിൽ നബിക്കും കഴിക്കാനുള്ള ഭക്ഷണം കൊടുത്തു. അവരെങ്ങനെ തിരിച്ചുപോയി. ആ സമയത്ത് അറഫയിൽ അമാലിക്കത്ത് എന്ന് പറയുന്ന ഒരു ഗോത്രമുണ്ട്. അതായത് ഈ ഹാജറ ബീബി ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു 20 കിലോമീറ്റർ അപ്പുറത്ത് അറഫ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വിഭാഗം ആളുകൾ താമസിച്ചിരുന്നു. അമാലിക്കത്ത് എന്നാണ് ആ വിഭാഗത്തിന്റെ പേര്. അവരുടെ ഒരു ഒട്ടകം കാണാതെ പോയി. അവർ ആ ഒട്ടകത്തെ അന്വേഷിച്ചിങ്ങനെ നടക്കുന്ന സമയത്ത് അവർ നോക്കുമ്പോൾ അവരും കണ്ടു കുറേ പക്ഷികൾ ഇങ്ങനെ വട്ടമിട്ട് പറക്കുന്നു. അവരങ്ങോട്ട് ചെന്ന സമയത്ത് ഈ ഹാജറ ബീവിയെ കണ്ടു, ഇസ്മായിൽ നബിയെ കണ്ടു. അവർക്ക് അത്ഭുതമായി. അവർ കാര്യങ്ങൾ ചോദിച്ചു, അവർ കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെ ഈ അമാലിക്കത്ത് എന്ന് പറയുന്ന വിഭാഗം കുറച്ചാളുകൾ ആ സ്ഥലത്ത്, ഈ മക്കയിൽ ആ വെള്ളമുള്ള സ്ഥലത്ത് അവർ താമസമാക്കാൻ തുടങ്ങി. അങ്ങനെ പതിയെ അതൊരു ജനവാസ കേന്ദ്രമായി തുടങ്ങി. ആളുകളൊക്കെ വന്ന് താമസിക്കാൻ തുടങ്ങി. അവർക്ക് നല്ല ഭക്ഷണമുണ്ടായി, അവർക്ക് നല്ല വെള്ളമുണ്ടായി, അവർ കൃഷിയൊക്കെ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അതൊരു ഗ്രാമമായി മാറി. അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ ഇടയിൽ മഹാനായ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം വളർന്നു.
ഏകദേശം 7 വയസ്സ്, മറ്റൊരഭിപ്രായത്തിൽ 13 വയസ്സായി. 13 വയസ്സായ സമയത്താണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തിരിച്ചു വരുന്നു. ഇബ്രാഹിം നബി തിരിച്ചു വരികയാണ്. ഭാര്യയെ കണ്ടപ്പോൾ ഇബ്രാഹിം നബിക്ക് സന്തോഷമായി, ഭർത്താവിനെ കണ്ടപ്പോൾ സന്തോഷമായി. രണ്ടുപേരും വാരിപ്പുണർന്നു. അത് കഴിഞ്ഞ് അവർ നല്ലപോലെ ഭക്ഷണം കഴിച്ചു. മകനാകുന്ന ഇസ്മായിൽ നബിയെ ഒരുപാട് ലാളിക്കാൻ ഇബ്രാഹിം നബി തുടങ്ങി. ആ സമയത്താണ് ഇബ്രാഹിം നബി തൻ്റെ ഭാര്യയോട് പറയുന്നത്, ഹാജറ, ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നം എന്തെന്നറിയോ? നമ്മുടെ പൊന്നുമോനെ അറുക്കാനാണ് അള്ളാഹു നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ആ സമയത്ത് ഹാജറ ബീവി പറഞ്ഞു, ഇത് അള്ളാഹുവിൻ്റെ കൽപ്പനയാണെന്ന് നിങ്ങൾക്ക് ഉറപ്പാണോ? അതെ, ഉറപ്പാണ്. എങ്കിൽ ആ കൽപ്പന നിങ്ങൾ നിർവഹിച്ചു കൊള്ളുക. ഈ വിവരം, മോനെ, നിന്നെ അറുക്കാൻ അള്ളാഹു എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് ഇസ്മായിൽ എന്ന പൊന്നുമോൻ പറഞ്ഞത്, വാപ്പിച്ച, അള്ളാഹ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ അറുത്തോളൂ, എനിക്കൊരു കുഴപ്പവുമില്ല. അങ്ങനെ പൊന്നുമോൻ ഇസ്മായിലിൻ്റെ കയ്യും പിടിച്ചു പോവുകയാണ്. എങ്ങോട്ട്? മിനാ താഴ്വരയിലേക്ക് പോവുകയാ. ഏകദേശം ഈ ഹറമിൻ്റെ ഭാഗത്ത് നിന്നും 6 കിലോമീറ്റർ അപ്പുറമാണ് മിനാ താഴ്വരയുള്ളത്. മിനാ താഴ്വരയിലേക്ക് പോവുകയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. തൻ്റെ മകനാകുന്ന ഇസ്മായിൽ നബിയുമായിട്ട് ഒരു കത്തിയുണ്ട്, അതുപോലെ തന്നെ ഒരു തുണ്ടം കയറുമുണ്ട്. എന്നിട്ട് ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം പോകുന്ന സമയത്ത് ഇബ്രാഹിം നബിയോട് പറയുന്നൊരു വാക്കുണ്ട്, നമ്മുടെ മക്കൾ അല്ലാഹു സ്വാലിഹീങ്ങളാക്കട്ടെ, നമ്മുടെ മക്കൾ അല്ലാഹു തആല ഖൈറിന്റെ അഹ്ലുകാരാക്കട്ടെ. ഇസ്മായിൽ എന്ന പൊന്നുമോൻ തൻ്റെ ഇബ്രാഹിം എന്ന വാപ്പാനോട് പറഞ്ഞൊരു വാക്ക്, എന്നെ അറുക്കാൻ പറ്റൂല എന്നൊന്നുമല്ല പറഞ്ഞത്. വാപ്പാ, നിങ്ങൾ എന്നെ അറുക്കുകയാണെങ്കിൽ, നിങ്ങൾ എന്നെ അറുക്കുന്ന സമയത്ത് എൻ്റെ മുഖത്തേക്ക് നിങ്ങൾ നോക്കരുതേ. എൻ്റെ മുഖത്തേക്ക് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് അറുക്കാൻ സാധിക്കൂല. അതുപോലെ തന്നെ എൻ്റെ ഈ ഉടുപ്പ് നിങ്ങൾ ഊരി മാറ്റണം. കാരണം ഇതിലെങ്ങാനും അറുക്കുന്ന സമയത്ത് രക്തം വന്നാൽ എൻ്റെ ഉമ്മിച്ച് പിന്നെ കരയലാകും, പിന്നെ വലിയ വിഷമമാകും. അതുപോലെ തന്നെ എൻ്റെ പ്രായമുള്ള കുട്ടികളുടെ മുന്നിലേക്ക് എൻ്റെ ഉമ്മാനെ കൊണ്ടുപോകരുത്. ആ സമയത്ത് എൻ്റെ ഉമ്മാക്ക് എൻ്റെ മുഖം ഓർമ്മ വന്നിട്ട് കരയുകയാകും. അതുപോലെ എൻ്റെ കയ്യും കാലും ഒക്കെ മുറുക്കിക്കെട്ടണം. കാരണം ഞാൻ പിടക്കാൻ കാരണമാണ്. ഞാൻ പിടച്ചാൽ വാപ്പാ കറുക്കാൻ പറ്റൂല. ഒരു മകൻ പറഞ്ഞ വാക്ക് അല്ലാഹുവേ പടച്ചവനെ, ഇസ്മായിൽ നബിയുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ മക്കളെയെല്ലാം നീ സ്വാലിഹീങ്ങളും സ്വാലിഹാത്തുകളും ആക്കി തരണേ അല്ലാ, ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇവിടെ ഈ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തൻ്റെ മകനാകുന്ന ഇസ്മായിൽ നബിയുമായിട്ട് മിനാ താഴ്വരയിലേക്ക് പോവുകയാണ് അറുക്കാൻ വേണ്ടി. ആ സമയത്താണ് ഇബ്ലീസ് വന്നത്. ഇബ്ലീസ് വന്നിട്ട് ഹാജറ ബീവിയോട് പറഞ്ഞു, ഹാജറ, നിന്റെ മകനെയും കൊണ്ട് നിന്റെ ഭർത്താവ് പോയത് എന്തിനാണെന്നറിയോ? അറുക്കാൻ വേണ്ടി പോയത്. അതുകൊണ്ട് നീ പോയി തടയെന്ന് പറഞ്ഞപ്പോൾ അവർ കല്ലെടുത്തെറിഞ്ഞു എന്നാണ്. ഇബ്ലീസിന് മനസ്സിലായി ഹാജറയോട് പറഞ്ഞിട്ട് കാര്യമില്ല. നേരെ ഇസ്മായിൽ നബിയുടെ അടുക്കൽ ചെന്നു. എന്നിട്ട് പറഞ്ഞു, മോനെ ഇസ്മായിലെ, നിന്റെ വാപ്പ കൊണ്ടുപോകുന്നത് നിന്നെ അറുക്കാൻ വേണ്ടിയാ, നിനക്ക് നീ ജീവിക്കണ്ടേ. ആ സമയത്ത് ഇസ്മായിൽ നബി പറഞ്ഞു, അത് അള്ളാന്റെ കൽപ്പനയാണ്, അള്ളാഹുവിൻ്റെ കൽപ്പന ഞാൻ അംഗീകരിക്കുന്നു. അപ്പോൾ ഇബ്ലീസിന് മനസ്സിലായി ഇസ്മായിലിനോടും പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഇബ്രാഹിം നബിയോട് പറഞ്ഞു, ഇബ്രാഹിം നബിയെ, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ? കാരണം ഇത് നിങ്ങളുടെ മകൻ ആകെയുള്ള ഒരു മകനാണ്. എത്രയോ പ്രായത്തിൽ നിങ്ങൾ ദുആ ചെയ്തിട്ട് കിട്ടിയ മകനാ. ഈ മകനെ അറുക്കാനാണോ പോകുന്നത്? ആ സമയത്ത് ഇബ്രാഹിം നബി കല്ലെടുത്തെറിഞ്ഞു എന്നാണ്. ഈ ഒരു ഓർമ്മക്കാണ്, ഇബ്ലീസിനെ കല്ലെടുത്തെറിഞ്ഞ ആ ഓർമ്മക്കാണ് ഹാജിമാര് ദുൽഹിജ്ജ 11, 12, 13 ഈ 3 ദിവസവും ജംറകളിൽ കല്ലെറിയുന്നത്. അതെന്താ? പിശാചിനെ ഓടിക്കാൻ, ഇബ്ലീസിനെ ഓടിക്കാനുള്ള, ആ ഇബ്രാഹിം നബി ഓടിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിൽ നിന്നും പിശാചിനെ ഓടിക്കലാണ്. അതാണ് ആ ജംറകളിൽ കല്ലെറിയുക. ജംറ എന്ന് പറഞ്ഞാൽ വലിയൊരു തൂണായിരുന്നു. ഇന്നിപ്പോൾ വലിയ സംവിധാനങ്ങൾ, അപകടങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ വലിയ സംവിധാനങ്ങൾ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ എന്തുമാവട്ടെ, അങ്ങനെ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അറുക്കാൻ വേണ്ടി കിടത്തി, കത്തി മൂർച്ച കൂട്ടി. അങ്ങനെ ഇസ്മായിൽ നബിയുടെ കഴുത്തിൽ ഇങ്ങനെ കത്തി വെച്ച് അറുക്കുന്ന സമയത്ത് മുറിയുന്നില്ല, കഴുത്തു മുറിയുന്നില്ല. അത്ഭുതമാണ്. ഒരു പ്രാവശ്യം നോക്കി മുറിയുന്നില്ല, 2 നോക്കി മുറിയുന്നില്ല, 3 പ്രാവശ്യം നോക്കി മുറിയുന്നില്ല. ആ സമയത്ത് ജിബ്രീൽ എന്ന മലക്ക് വന്നിട്ട് പറഞ്ഞു, ഇബ്രാഹിം നബിയെ, നിങ്ങൾ വിജയിച്ചിരിക്കുന്നു, അള്ളാഹുവിന്റെ പരീക്ഷണത്തിൽ നിങ്ങൾ വിജയിച്ചിരിക്കുകയാണ്. ജിബ്രീൽ എന്ന മലക്ക് പറഞ്ഞു, നിങ്ങൾ ഇസ്മായിലിനെ അറുക്കേണ്ടത് ഈ മൃഗത്തെയാണ് അറുക്കേണ്ടത്. ആടിനെ കാണിച്ചു കൊടുത്തു. ആ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ എന്ന് കേട്ടപ്പോൾ ആട് പറഞ്ഞു എന്നാണ്, അല്ലാഹു അക്ബർ. ശേഷം ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു എന്നാണ്. അത് കഴിഞ്ഞപ്പോൾ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഈ 4 പേരും പറഞ്ഞ തക്ബീറാണ് നമ്മളിങ്ങനെ പെരുന്നാൾ ദിവസമൊക്കെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്, ഇല്ലേ? നമ്മൾക്ക് ഇപ്പോൾ നിസ്കാരത്തിന് ശേഷം തക്ബീർ പറയുന്നുണ്ട്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ
ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഇതാര് പറഞ്ഞതാണ്? മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമും അതുപോലെ തന്നെ ജിബ്രീൽ സ്വർഗ്ഗത്തിൽ നിന്നും മറക്കാൻ വേണ്ടി കൊണ്ടുവന്ന ആടും അതുപോലെ ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും ഇവർ 4 കൂട്ടരും പറഞ്ഞ ആ ഒരു വാക്കാണ് നമ്മളിപ്പോ സന്തോഷത്തിന്റെ തക്ബീറായിട്ട് പറയുന്നത്. ഇതാണ് തക്ബീറിന്റെ പിന്നിലെ ചരിത്രം. തക്ബീർ എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ അതിന്റെ പിന്നിലെ ചരിത്രം ഇതാണ്. അപ്പോൾ അവര് ആടിനെ അറുത്തു. ആ ആടിനെ അറുത്തിട്ട് മാംസവുമായിട്ട് വീട്ടിലേക്ക് കടന്നു ചെന്നു. എല്ലാവർക്കും സന്തോഷമായി. അതിന്റെ ഓർമ്മയാണ് ഇന്ന് ലോകം മുഴുവനും ഈ ബലിപെരുന്നാളിന് ഉളഹിയ്യത്ത് അറുക്കുന്നത്. അപ്പോൾ ആടിനെ അറുത്തു. ആടിനെ അറുക്കലാണ് ഉളഹിയ്യത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായത്. ആടിനെ അറുക്കല, പിന്നെ മാടിനെ, പിന്നെ ഒട്ടകത്തെ. അങ്ങനെയാണ് ദുൽഹിജ്ജ 8-നാണ് ഈ ഒരു മിനാ താഴ്വരയിൽ വെച്ച് ഈ ഒരു സംഭവം ഉണ്ടായത്. അതുകൊണ്ട് ദുൽഹിജ്ജ 8-ന് യൗമു തർവിയ, അതായത് ഹജ്ജ് തുടങ്ങുന്ന സമയത്തിന്, തുടങ്ങുന്ന ആ ദിവസത്തിന് പറയുന്ന പേര് യൗമു തർവിയ എന്നാണ്. തിരിച്ച് മക്കയിലേക്ക് അവരെത്തി. അവർക്കൊക്കെ വലിയ സന്തോഷമായി. പിന്നെ കാലം കടന്നുപോയി. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വീണ്ടും എങ്ങോട്ട് പോയി? ഫലസ്തീനിലേക്ക് പോയി. ഇസ്മായിൽ നബിയായി ഇങ്ങനെ വളർന്നു, വിവാഹ പ്രായമെത്തി, അങ്ങനെ യുവാവായി മാറി. കല്യാണം, ഒരു ജുർഹും എന്ന് പറയുന്ന ഒരു ഗോത്രത്തിൽ നിന്നും ഒരു കല്യാണ ആലോചന വന്നു. അങ്ങനെ കല്യാണം കഴിച്ചു. ഈ കല്യാണം കഴിക്കുമ്പോൾ ഈ പെണ്ണിന്റെ വാപ്പാക്ക് ഇസ്മായിൽ നബിയോട് നല്ല താല്പര്യമുണ്ട്, പക്ഷെ പെണ്ണിന് വലിയ താല്പര്യമുണ്ടായിരുന്നില്ല. അങ്ങനെ കല്യാണം കഴിഞ്ഞു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു വൃദ്ധനായ ആള് വന്നു. വൃദ്ധനായ ആള് വന്ന് ഈ വീട്ടിലേക്ക് ചെന്നപ്പോൾ ഈ ഇസ്മായിൽ നബിയുടെ ഭാര്യയാണ് വാതിൽ തുറന്നത്. വാതിൽ തുറന്നപ്പോൾ ഈ വൃദ്ധനായ ആള് ചോദിച്ചു, മോളെ നീ ആരാണ്? അപ്പോൾ പറഞ്ഞു, ഞാൻ ഇസ്മായിലിന്റെ ഭാര്യയാണ്. ഇസ്മായിൽ എവിടെ പോയി? ആ ഇസ്മായിൽ വിറക് ശേഖരിക്കാൻ പോയതാ. എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതം? ഓ, ഭയങ്കര പ്രയാസമാണ്. ഇസ്മായിൽ എന്നെ നോക്കുന്നൊന്നുമില്ല, അയാൾ സ്വന്തം കാര്യമാണ് നോക്കുന്നത്. ഭർത്താവിനെ പറ്റി ഇങ്ങനെ കുറ്റം പറയാൻ തുടങ്ങി. വലിയ പ്രയാസമായി. ആ വൃദ്ധൻ പറഞ്ഞു, ഇസ്മായിൽ വരുമ്പോൾ നീ പറയണം, വാതിൽപ്പടി മാറ്റിവെക്കാൻ ഞാൻ പറഞ്ഞു എന്ന് ഇസ്മായിലിനോട് പറയണം. അങ്ങനെ ആ വൃദ്ധൻ പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം വന്നു. അപ്പോൾ ഇസ്മായിൽ നബി ചോദിച്ചു, ആരെങ്കിലും ഇവിടെ വന്നിരുന്നു? അതെ, ഒരു വൃദ്ധൻ വന്നിരുന്നു. എന്നിട്ട് കട്ടിൽപ്പടി, ഈ വാതിൽപ്പടി മാറ്റിവെക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. ആ സമയത്ത് ഇസ്മായിൽ നബി പറഞ്ഞത്, വന്നത് എൻ്റെ പിതാവാണ്, ഇബ്രാഹിം നബിയാണ്. അതുകൊണ്ട് നിന്റെ എന്തോ ഒരു സ്വഭാവം എൻ്റെ വാപ്പാക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. നിന്റെ സ്വഭാവം മോശമാണ്. സത്യം പറ, നിനക്ക് ഈ വിവാഹത്തിൽ താല്പര്യമുണ്ടോ? ആ സമയത്ത് ആ പെണ്ണ് പറഞ്ഞു, എനിക്ക് ഈ വിവാഹത്തിൽ ഇഷ്ടമില്ലായിരുന്നു. അപ്പോൾ തന്നെ അവരെ സന്തോഷപൂർവ്വം ഇസ്മായിൽ നബി ഒഴിവാക്കി കൊടുത്തു. അവരവരുടെ വീട്ടിലേക്ക് പോയി എന്നാണ്. വീണ്ടും ഒരുപാട് നാളുകൾക്ക് ശേഷം വീണ്ടും ഒരു കല്യാണം മഹാനായ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം കഴിച്ചു. അതായത് മഹാനായ ഇസ്മായിൽ നബിയുടെ 20ാമത്തെ വയസ്സിൽ ഹാജറ ബീവി മരണപ്പെടുകയാണ്. ഹാജറ ബീവി മരിക്കുന്നത് ഇസ്മായിൽ നബിയുടെ 20ാമത്തെ വയസ്സിലാണ്. പരിശുദ്ധമായ കഅബയുടെ ചാരെ തന്നെയാണ് അവരെ മറമാടിയത്. എന്നും മഹാനായ ഇസ്മായിൽ നബി ഉമ്മാടെ ഖബറെടുക്കൽ പോയി സിയാറത്ത് ചെയ്യുമായിരുന്നു. അതിനുശേഷമാണ് വീണ്ടും ഒരു കല്യാണം നടന്നത്. ആ ഇസ്മായിൽ നബിയുടെ 2ാമത്തെ ഭാര്യയുടെ പേര് റഹ്ലത്ത് ബീവി എന്നായിരുന്നു. അങ്ങനെ റഹ്ലത്ത് ബീവിയുമായിട്ടുള്ള സന്തോഷപരമായ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അപ്പോഴും വീണ്ടും ആ ഒരു വൃദ്ധനായ മനുഷ്യൻ വന്നു. വൃദ്ധനായ മനുഷ്യൻ വന്നിട്ട് ഇങ്ങനെ കാര്യങ്ങൾ ചോദിച്ചു, എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതം? ആ സമയത്ത് റഹ്ലത്ത് ബീവി പറഞ്ഞു, വളരെ സന്തോഷമാണ്, വളരെ സമാധാനത്തിലാണ് ഞാൻ ഈ ഒരു കുടുംബജീവിതം നയിക്കുന്നത്. ആ സമയത്ത് ആ വൃദ്ധൻ പറഞ്ഞു, എങ്കിൽ വാതിൽപ്പടി ഉറപ്പിച്ചു വെക്കാൻ പറയണം, വാതിൽപ്പടി ഉറപ്പിച്ചു വെക്കാൻ പറയണം. അങ്ങനെ ആ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം വന്നപ്പോൾ ചോദിച്ചു, ആരെങ്കിലും വന്നോ? ഒരു വൃദ്ധനായ ആൾ വന്നിരുന്നു. വാതിൽപ്പടി ഉറപ്പിച്ചു വെക്കാൻ പറഞ്ഞു. അതെന്റെ വാപ്പയാണ് വന്നത്, ഇബ്രാഹിം നബിയാണ് വന്നത്. ആ വാതിൽപ്പടി എന്ന് പറഞ്ഞാൽ നീയാണ്, നിന്നെ ഉറപ്പിക്കാനാണ് പറഞ്ഞത് എന്ന് അവർ പറയുകയുണ്ടായി. അങ്ങനെ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് 10 മക്കൾ ഉണ്ടായെന്നാണ്. ആ 10 മക്കളിൽ നിന്നാണ് ഇങ്ങനെ ഗോത്രങ്ങൾ പല മക്കൾ പരമ്പര പോയി ഈ ഇന്നത്തെ അറബികൾ ഉണ്ടാകുന്നത് ഈ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സന്താന പരമ്പരയിലാണ്. ഇസ്മായിൽ നബിയുടെ സന്താന പരമ്പരയിൽ ഒരൊറ്റ പ്രവാചകരെ വന്നിട്ടുള്ളൂ. അത് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാത്രമാണ്. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വന്നല്ലോ. ഇബ്രാഹിം നബി അലൈഹി സ്വലാം വന്നിട്ട് മകനാകുന്ന ഇസ്മായിൽ നബിയോട് പറഞ്ഞു, മോനെ, അള്ളാഹുവിന്റെ കൽപ്പന വന്നിട്ടുണ്ട്, നമുക്കിവിടെ അള്ളാഹുവിന് വേണ്ടി ഒരു ഭവനം പണിയണം, ഒരു പള്ളി പണിയണം. അങ്ങനെ അവർ പരിശുദ്ധമായ കഅബയുടെ പണി ഇങ്ങനെ തുടങ്ങുകയാണ്. ഏകദേശ രൂപമൊക്കെ ഈ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം കാണിച്ചു കൊടുത്തു. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി പരിശുദ്ധമായ കഅബ ഇങ്ങനെ പണി പൂർത്തീകരിക്കുകയാണ്. അങ്ങനെ ഒരാൾ പൊക്കത്തിൽ കഅബ ഇങ്ങനെ പണിതു. വീണ്ടും കല്ലുകൾ എടുത്തു വെക്കാൻ എന്ത് ചെയ്യും? ഒരു മാർഗവുമില്ലല്ലോ. ആ സമയത്ത് ഒരു കല്ല് ജിബ്രീൽ എന്ന മലക്ക് വന്നു കൊണ്ടു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇതിന്റെ മുകളിൽ കയറി നിന്നാൽ നിങ്ങൾക്ക്
നിങ്ങൾക്ക് ആവശ്യാനുസരണം ഇത് പൊങ്ങുകയും താഴുകയും ചെയ്യും. അങ്ങനെ നിങ്ങൾക്ക് ഇത് പണിയാൻ എളുപ്പമാണ്. ആദ്യമായി ലിഫ്റ്റ് സംവിധാനം ജീവിതത്തിൽ കൊണ്ടുവന്ന ആള് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. അങ്ങനെ പറയാം, കാരണം ആവശ്യാനുസരണം ആ കല്ല് പൊങ്ങുന്നു താഴുന്നു. ഇബ്രാഹിം നബിയുടെ കാൽപാദം ആ കല്ലിൽ പതിഞ്ഞിട്ടുണ്ട്, അത് ഇന്നുമുണ്ട്. അത് നമുക്കറിയാം, മഖാമു ഇബ്രാഹിം എന്ന് പറഞ്ഞ് ആ പരിശുദ്ധമായ കഅബയുടെ അവിടെ ഒരു കൂടാരം പോലെ വെച്ചിട്ടുണ്ടാകും. ഇബ്രാഹിം നബി അലൈഹി സ്വലാം കയറി നിന്ന ആ കല്ലാണ്, ഇന്നും അത് അവിടെ സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഇബ്രാഹിം നബിയുടെ കാൽപാദം അതിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെ പരിശുദ്ധമായ കഅബയുടെ പണിയൊക്കെ പൂർത്തിയാക്കി. ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് വയസ്സ് 30 ഇബ്രാഹിം നബിക്ക് 133 വയസ്സായി. കൂടെ റഹ്ലത്ത് ബീവിയും ഉണ്ടായിരുന്നു. ആ സമയത്താണ് പരിശുദ്ധമായ കഅബയുടെ പണിയെല്ലാം അത് പൂർത്തിയാക്കിയത്. ആ സമയത്താണ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഹജറുൽ അസ്വദ് കല്ല് കൊണ്ടുവരുന്നത്. ആ ഹജറുൽ അസ്വദ് കല്ല് കൊണ്ടുവന്നു, അത് പരിശുദ്ധമായി കഅബയിൽ വെച്ചു. ജനങ്ങളെല്ലാവരും വന്നു, അവരൊക്കെ തവാഫ് ചെയ്യാൻ തുടങ്ങി, ഈ ഹജറുൽ അസ്വദിനെ മുത്താൻ തുടങ്ങി. അന്ന് മുതൽ, അതായത് ഏകദേശം 4500-5000 വർഷങ്ങൾക്ക് മുമ്പ് തൊട്ടേ ജനങ്ങൾ ഇങ്ങനെ ആ കല്ലിനെ മുത്തം വെക്കാൻ തുടങ്ങി. അങ്ങനെ വെളുത്ത കല്ലായിരുന്നു എന്നാൽ അതിങ്ങനെ ജനങ്ങളുടെ പാപങ്ങൾ വലിച്ചെടുത്ത് അതിപ്പോ അതൊരു ഹജറുൽ അസ്വദ്, അതൊരു കറുത്ത കല്ലായി മാറി എന്ന് നമുക്ക് കാണുവാൻ പറ്റും. അപ്പോൾ ഹജറുൽ അസ്വദിനെ മുത്തുന്ന ആളുകൾക്കെല്ലാം, അല്ലെങ്കിൽ ഹജറുൽ അസ്വദിനെ നോക്കിയിട്ട് ഇങ്ങനെ ആംഗ്യം കാണിക്കുന്ന ആളുകൾക്കൊക്കെ ആ ഹജറുൽ അസ്വദ് നാളെ ആഖിറത്തിൽ വലിയ ശഫാഅത്ത് ചെയ്യുമെന്ന് നമുക്ക് ഹദീസിൽ കാണാം. അല്ലാഹു നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. അതിനുശേഷം അവർ രണ്ടുപേരും കൂടി ഒരു ദുആ ചെയ്തു. അതായത് ഏതാണ് ആ ദുആ? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിത്യമാക്കേണ്ട ദുആയാണ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. അവർ രണ്ടുപേരും ഈ ദുആ ഇങ്ങനെ ആവർത്തിക്കുകയാണ്. അല്ലാഹുവേ, പരിശുദ്ധമായ കഅബങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട്, ഇത് നീ സ്വീകരിക്കണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. അത് കഴിഞ്ഞ് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വീണ്ടും അതാ പോവുകയാണ് ഫലസ്തീനിലേക്ക്. അവിടെ ആരുണ്ട്? സാറാ ബീവിയുണ്ട്. അപ്പോൾ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഏകദേശം 133 വയസ്സുണ്ട്. ലോകത്ത് ആദ്യമായി ചേലാകർമ്മം ചെയ്തത്, അതുപോലെ തന്നെ ലോകത്ത് ആദ്യമായി മീശയും താടിയൊക്കെ ഒന്ന് ഒതുക്കി വെച്ചത്, ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ആ സന്താന പരമ്പര, ഇസ്മായിൽ നബി ഉണ്ടായി, അത് ഹാജറ ബീവിയിലാണ്. പിന്നെ സാറാ ബീവിയിലും ഒരു മകനുണ്ടായി, ആ മകന്റെ പേരാണ് ഇസ്ഹാഖ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഇസ്ഹാഖ് നബി അലൈഹി സ്വലാത്തു വസ്സലാം സാറാ ബീവിയിലെ ശേഷം സാറാ ബീവിക്ക് മകനുണ്ടായി, അതായത് ഇസ്ഹാഖ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഇബ്രാഹിം നബിക്ക് 120 വയസ്സും സാറാ ബീവിക്ക് 99 വയസ്സുള്ളപ്പോഴാണ് ഇസ്ഹാഖ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനിക്കുന്നത്. ഈ ഇസ്ഹാഖ് നബിയുടെ സന്താന പരമ്പരയിലാണ് യഅ്കൂബ് നബിയും യൂസുഫ് നബിയും അതുപോലെ സുലൈമാൻ നബിയും ദാവൂദ് നബിയും ഷുഐബ് നബി തുടങ്ങി ബാക്കിയുള്ള പ്രവാചകന്മാരെല്ലാവരും വരുന്നത് ഈ ഇസ്ഹാഖ് നബിയുടെ സന്താന പരമ്പരയിലാണ്. ഇസ്മായിൽ നബിയുടെ സന്താന പരമ്പരയിൽ ആകെ ഒരൊറ്റ പ്രവാചകൻ ഉള്ളൂ, അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അങ്ങനെ 127ാമത്തെ വയസ്സിൽ സാറാ ബീവി മരിക്കുന്നു, വഫാത്താകുന്നു. അവരെ ഫലസ്തീനിലാണ് അടക്കം ചെയ്യപ്പെട്ടത്. സാറാ ബീവിക്ക് ശേഷം വീണ്ടും 2 സ്ത്രീകളെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വിവാഹം കഴിച്ചിരുന്നു. അവരൊക്കെ മരണപ്പെട്ടു പോയി, അതിലും മക്കളൊക്കെ ഉണ്ടായിരുന്നു. അവസാനം 195ാമത്തെ വയസ്സിലാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മരിക്കുന്നത്. സാറാ ബീവിയുടെ ഖബറിന്റെ ചാരയാണ് അവരെയും മഹാനെയും ഖബറടക്കം ചെയ്യപ്പെടുന്നത്. അത് കഴിഞ്ഞ് ഇസ്ഹാഖ് നബി മരിക്കുന്നു, യഅ്കൂബ് നബി മരിക്കുന്നു. അവരെയൊക്കെ ഈ ഫലസ്തീനിലെ, അതായത് ഏകദേശം ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസിന്റെ ആ പള്ളിയുടെ പരിസരത്താണ് ഇവരെയൊക്കെ മറമാടപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഫലസ്തീനുമായിട്ട് വലിയ ബന്ധം ഇബ്രാഹിം നബിക്കും കുടുംബത്തിനുമുണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത്, ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഇസ്ഹാഖ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, സാറാ ബീവി, അതുപോലെ ഹാജറ ബീവി, മഹാനായ ഇബ്രാഹിം നബി, ആ ഒരു കുടുംബത്തിന്റെ, ആ വലിയ ചെറിയ കുടുംബത്തിന്റെ ചരിത്രം നമ്മൾ ചുരുക്കി പറഞ്ഞിരിക്കുകയാണ്. ഈ ചരിത്രം നമ്മൾ ഈ ഒരു സമയത്ത് പറയേണ്ടതാണ്, കേൾക്കേണ്ടതാണ്. കാരണം നമുക്ക് അവരാണ് ഈ പരിശുദ്ധമായ ഹജ്ജിന്റെയും ഉദ്ഹിയ്യത്തിന്റെയൊക്കെ ആ കർമ്മങ്ങൾ നമുക്ക് പകർന്നു തന്നത്. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങൾക്ക് ആ ഇബ്രാഹിം നബിയുടെയും കുടുംബത്തിന്റെയും കൂടെ നാളെ സ്വർഗത്തിൽ സന്തോഷത്തോടു കൂടി ഒരുമിച്ച് ചേരാൻ നീ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കണേ അല്ലാഹുവേ. അവർ ചെയ്തതുപോലെ ഒരുപാട് സൽക്കർമ്മങ്ങളും ചെയ്യാൻ ഞങ്ങളെ കൊണ്ടാവില്ല. ഞങ്ങൾ ചെയ്യുന്ന സൽക്കർമ്മത്തിൽ ഒരുപാട് പിഴവുകളുണ്ട്, പോരായ്മയുണ്ട്. എല്ലാം നീ പരിഹരിച്ച് ഞങ്ങളിൽ നിന്നും കബൂലാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഈ പരിശുദ്ധ ദുൽഹിജ്ജ മാസത്തിൽ എന്തെല്ലാം
എന്തെല്ലാം സൽക്കർമ്മങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ടോ അതൊക്കെ ഞങ്ങളിൽ നിന്നും കബൂലാക്കണേ അല്ലാഹ്. അടുത്ത വർഷവും വരുന്ന വർഷമൊക്കെ ഞങ്ങൾക്ക് ഹജ്ജ് ചെയ്യാൻ, ഉംറ ചെയ്യാൻ, സിയാറത്ത് ചെയ്യാൻ, മുത്ത് റസൂലിന്റെ റൗദ ശരീഫിൽ പോയി സലാം പറയാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീക്ക് തരണേ റഹ്മാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇവരുടെ ചരിത്രമൊക്കെ നമ്മൾ കേട്ടു. ഇതൊക്കെ കേട്ടതാണെങ്കിലും ഒന്നുകൂടി കേൾക്കുമ്പോൾ അതൊക്കെ നമ്മുടെ ഈമാൻ ഉറക്കാൻ ഒരു കാരണമാവണം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് പ്രധാനമായും ഇബ്രാഹിം നബി പറഞ്ഞ ഒരു തവക്കുലിന്റെ ദുആ, അതുപോലെ തന്നെ മഹാനായ ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും ഒന്നിച്ചു പറഞ്ഞ വിശുദ്ധമായ ഖുർആനിലെ അതിശ്രേഷ്ഠമായ ഒരു ദുആയും കൂടി നമ്മൾ ഇന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മളും ആവർത്തിക്കുക. കാരണം അവർ പറഞ്ഞ ദുആ നമ്മൾ പറയുമ്പോൾ അവരുടെയും കൂടി ഒരു ബർക്കത്തും ഒരു ഖൈറും നമ്മുടെ ജീവിതത്തിൽ കിട്ടും ഇൻഷാ അല്ലാഹ്. അല്ലാഹുവേ പടച്ചോനെ, ഞങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം ഹലാലായ മുറാദുകളുണ്ടോ എല്ലാം നീ ഹാസിലാക്കി തരണേ അല്ലാഹ്. ഒരുപാട് പേര് ഞങ്ങളോട് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അവരുടെ ഞങ്ങളുടെ ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ റഹ്മാനെ. വിഷമങ്ങളും പ്രയാസങ്ങളും നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.